മോർച്ചറിയിലൊക്കെ ഇന്നലെ തൊട്ട് ഞങ്ങൾ കയറി നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ബോഡി പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അൺഐഡൻറ്റിഫൈ ആയിട്ടൊരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞു, അത് നോക്കി ഞങ്ങൾ. പക്ഷെ അതിലും ഇല്ല. ഇന്നലെ തൊട്ടിട്ട് ഞാൻ അന്വേഷിച്ച് തുടങ്ങിയതാണ്. രാത്രി 12 മണിയായ സമയത്ത് അവൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ കോൾ എടുത്തു ആരോ എന്തോ പറഞ്ഞു. അതേപോലെ തന്നെ കട്ട് ചെയ്ത് നേരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം, എയർപ്ലെയിൻ മോഡാണ് എന്താണെന്ന് അറിയില്ല, ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഫോണിൻ്റെ കേസ് അന്വേഷിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചേട്ടൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവനെ ഇതുവരെ എവിടെയും കണ്ടെത്താൻ പറ്റിയില്ല. അവൻ്റെ വക ഒരു കോൺടാക്റ്റോ ഒന്നും കിട്ടിയിട്ടില്ല. അഡ്മിറ്റ് ചെയ്താലോ ആ ലിസ്റ്റിലൊന്നും ഇല്ല. കാഷ്വാലിറ്റിയിൽ ഞങ്ങളുടെ അവിടെ അബി എന്ന പേരിലൊരു ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ടൊന്ന് പോയി നോക്കണം. ആൾ കമ്മിറ്റിയിലുള്ളതാണ്, പണിക്കാരനായിട്ട് പോകണമല്ലേ, സഹായിയായിട്ട് പോകാറുള്ളതാണ്. എല്ലാ കൊല്ലം ഈ ടൈം ആകുമ്പോൾ വെടിക്കേണ്ട സമയമാകുമ്പോൾ അവൻ സഹായിക്കാൻ പോകാറുണ്ട്. അച്ഛനുള്ളപ്പോൾ തൊട്ടേ പോയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്താണ് അച്ഛൻ മരിച്ചത്. അപ്പോഴും ആ ഒരു നികവ് നിരത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ ചേട്ടൻ പോയിട്ടുള്ളത്. പക്ഷേ അതിപ്പോൾ ഇത്രയും വലിയൊരു അപകടമൊന്നും ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാനും പോണ ആൾ തന്നെയായിരുന്നു. പക്ഷേ ഈ വട്ടം ഞാനെന്തോ ഒരു ഇതിനെനിക്ക് പോകാൻ തോന്നിയിട്ടില്ല. ഈ അപകടത്തിന് മുമ്പ്, അതായത് അന്ന് തന്നെ ഞാൻ ഡ്രസ്സ് മാറി പോകാൻ നിന്നതാണ്. പക്ഷേ എനിക്ക് എന്തോ ഒരു പിൻവലി തോന്നിയിട്ട് ഞാൻ അവിടെ ഇരുന്നു, വീട്ടിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടത്തിൻ്റെ കേസ് ഞാൻ അറിയുന്നത്. അതറിഞ്ഞതും പിന്നെ കയ്യും കാലും മറിച്ച് നേരെ കൂട്ടുകാരനെ വിളിച്ച് നേരെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോവുക ചെയ്തത്. അവിടെ പോകുമ്പോഴും ഈ കത്തിക്കൊണ്ടിരിക്കുകയാണ്.